വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് കുതിരവട്ടത്ത് നിന്ന് ചാടിപ്പോയ കൊലക്കേസ് പ്രതി പിടിയിൽ. മലപ്പുറം വേങ്ങരയിൽ നിന്നാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസി പിടിയിലായത്. ശുചിമുറിയുടെ വെന്റിലേറ്ററിൽ കുത്തിയിളക്കിയാണ് ഇവർ രക്ഷപ്പെട്ടത്. വേങ്ങരയിൽ ബസ് ഇറങ്ങുന്നതിനിടെ രാവിലെ 7:30-നാണ് പിടിയിലാകുന്നത്. ഇന്ന് പുലർച്ചെയാണ് പ്രതി തടവ് ചാടിയത്. തൃശൂർ പുഴയ്ക്കലിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. നിലമ്പൂരിൽ നിന്ന് കോട്ടയത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. തീ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഡ്രൈവർ സജീവ് വണ്ടി നിർത്തി. യാത്രക്കാരെ ഉടനടി പുറത്തിറക്കി. ബസ്സിൽ സൂക്ഷിച്ചിരുന്ന ഫയർ എക്സ്റ്റിംഗ്യൂഷർ ഉപയോഗിച്ച് നാട്ടുകാർ തീ കെടുത്താൻ ശ്രമിച്ചു. അഗ്നിശമന സേനയുടെ 2 യൂണിറ്റും സ്ഥലത്തെത്തി. ഉടൻ തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. നെടുമ്പാശ്ശേരിയിൽ വീണ്ടും സ്വർണ്ണവേട്ട. 23 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലെത്തിയ യാത്രക്കാരിൽ നിന്നാണ് സ്വർണം പിടിച്ചത്. 450.90 ഗ്രാം സ്വർണമാണ് കടത്താൻ ശ്രമിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഗ്രീൻ ചാനലിലൂടെ കടത്താൻ ശ്രമിച്ച 49 ലക്ഷം രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടി. 1086.55 ഗ്രാം തൂക്കം വരുന്ന സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. 4 ഗുളികകളുടെ രൂപത്തിലായിരുന്നു സ്വർണം. വയനാട്ടിൽ വീണ്ടും കഞ്ചാവ് പിടികൂടി. തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 30 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. KSRTC ബസിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച് കടത്തുന്നതിനിടയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. കോഴിക്കോട് മാവൂർ സ്വദേശി രാജീവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി മാങ്കുളത്ത് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ആനക്കുളം വല്യപാറക്കുട്ടിയിൽ വലിയ പാറക്കുഴിയിലാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമാണിവിടം. ഇന്ന് രാവിലെ പ്രദേശവാസികളാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കാട്ടാനയെ അവശനിലയിൽ കണ്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. വനപാലകർ സ്ഥലത്തെത്തി. എറണാകുളം കോതമംഗലത്ത് വീട്ടുമുറ്റത്ത് കാട്ടാനയെത്തി. കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമുടിയിൽ ഇന്ന് പുലർച്ചെ കാട്ടാന എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പുലർച്ചെ 4 മണിക്കാണ് പ്ലാമുടി ശങ്കരൻകുട്ടിയുടെ വീടിന്റെ കയ്യാല പൊളിച്ച് കാട്ടാന എത്തിയത്. സമീപവാസികൾ ടോർച്ചടിച്ചും ബഹളം വെച്ചും ആനയെ വനത്തിലേക്ക് കയറ്റിവിടുകയായിരുന്നു. സമീപത്തെ കണ്ണക്കട ഭാഗത്തും ആനക്കൂട്ടം എത്തിയിരുന്നു. അന്തരിച്ച പ്രിയ കവി ONVയുടെ 7ാമത് ഓർമ്മദിനമായ നാളെ യൂണിവേഴ്സിറ്റി കോളേജ് അങ്കണത്തിൽ സ്മൃതി സായാഹ്നം ഒരുക്കുന്നു. ONV കൾച്ചറൽ അക്കാദമിയുടെയും യൂണിവേഴ്സിറ്റി കോളേജ് മലയാളം വിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്മൃതി സായാഹ്നം സംഘടിപ്പിക്കുന്നത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ തളിപ്പറമ്പ് പാലക്കുളങ്ങരയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പാലക്കുളങ്ങര സ്ട്രീറ്റ് നമ്പർ 7-ലാണ് മാസങ്ങളായി വെള്ളം റോഡിൽ കൂടി ഒഴുകുന്നത്. തളിപ്പറമ്പ് പാൽക്കുളങ്ങരയിൽ ദിവസങ്ങളായി ഇതാണ് സ്ഥിതി. പൊട്ടിയ പൈപ്പ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പരാതി നൽകിയെങ്കിലും അധികൃതർ കണ്ടമട്ടില്ല. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന സമയത്താണ് 10,000-കണക്കിന് ലിറ്റർ വെള്ളം ദിവസേന പാഴാകുന്നത്. വെള്ളം ഒഴുകി വീട്ടുമുറ്റത്തേക്ക് എത്തുന്നത് പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇത് ഏതാണ്ട് ഒരു മാസമായെന്ന് തോന്നുന്നു. ഇതുമാത്രം വെള്ളമാണ് നഷ്ടപ്പെടുന്നത്. അതിപ്പോൾ നമ്പർ 1 പ്രോബ്ലം അതാണ്. പിന്നെ ഇങ്ങനെ പൈപ്പ് ലൈൻ പൊട്ടിയത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ പോർച്ചിലേക്ക് യാത്ര ചിലപ്പം വണ്ടി പോയി ഇങ്ങോട്ട് പിന്നെയും വരും. പിന്നെ ഞാൻ ദിവസവും എൻ്റെ പണി അങ്ങനെ സൈഡിൽ കൂടെ തുറന്നു കൊടുക്കുകയാണ്. എങ്ങനെ എല്ലാവരോടും കംപ്ലൈൻ്റൊക്കെ ചെയ്തു. ആർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. റോഡിൽ വെള്ളം ഒഴുകുന്നത് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും ഇടയാക്കുന്നു. ആവശ്യത്തിന് തൊഴിലാളികളില്ലാത്തതാണ് പൈപ്പിന്റെ പുനർനിർമ്മാണം വൈകാൻ കാരണമെന്ന് ജലവിഭവ വകുപ്പ് പറയുന്നു.
ജനകീയ സഹകരണത്തോടെ പൈപ്പ് പുനർനിർമ്മിക്കാമെന്ന വാർഡ് കൗൺസിലറുടെ അഭ്യർത്ഥനയും വാട്ടർ അതോറിറ്റി ചെവിക്കൊണ്ടില്ല. പമ്പിംഗ് സമയത്ത് വെള്ളം ശക്തമായി പുറത്തേക്ക് ചീറ്റുന്നത് റോഡിൽ കുഴികൾ രൂപപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട്. പ്രദേശവാസികൾക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 തളിപ്പറമ്പ്. നിരവധി പേർ ഉപയോഗിക്കുന്ന കുടിവെള്ള പദ്ധതിക്ക് വെള്ളമെടുക്കുന്ന പുഴയിൽ മാലിന്യം തള്ളി സാമൂഹിക വിരുദ്ധർ. കാരശ്ശേരി വലത്തായി പാറ വൈൻഡ് ആൻഡ് പൈപ്പ് പാലത്തിന് സമീപമാണ് മാലിന്യം തള്ളിയത്. കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല വലത്തായി പാറ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചെറുപുഴയിലെ വെന്റ് പൈപ്പ് പാലത്തിന് സമീപമാണ് ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തള്ളിയത്. ഇതിന് തൊട്ടടുത്ത് തന്നെ 100-ലേറെ കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ള പദ്ധതിയുമുണ്ട്. ഇതോടെ കടുത്ത വേനലിൽ പുഴയിൽ നിന്നെടുക്കുന്ന കുടിവെള്ള പദ്ധതിയെ മാത്രം ആശ്രയിക്കുന്നവർ ഏറെ ദുരിതത്തിലായി. പ്രദേശത്ത് നേരത്തെയും മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ ആഴ്ച സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുഴ ശുചീകരിച്ചിരുന്നു. എന്നാൽ പുഴയിൽ വീണ്ടും മാലിന്യം തള്ളിയതോടെ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. കുറ്റക്കാർക്കെതിരെ പോലീസും പഞ്ചായത്തും കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ബാർബർ ഷോപ്പിലെ മുടികൾ, ഷോപ്പുകൾ, മറ്റ് അവശിഷ്ടങ്ങളും ഒക്കെ തള്ളുക. ഇത് 100ഓളം കുടുംബങ്ങൾ വെള്ളം കുടിക്കുന്ന ജലസ്രോതസ്സിൻ്റെ അടുത്തുള്ള ഇതെന്നാണ് ഇവിടെയാണ് ഇത് തള്ളിയേക്കുന്നത്. മുടി എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് അലർജിയുള്ള സാധനമാണ്. അത്രയും വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ തള്ളിയിരിക്കുന്നത്. പ്രശ്നത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകരും മുക്കം പോലീസും ഇടപെട്ടിട്ടുണ്ട്. നിരവധി പേർ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന ജലസ്രോതസ്സിൽ മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞു. പഞ്ചായത്ത് അധികൃതരോട് ഇതിനെതിരെ ഇവിടെ ഒരു വഴിവിളക്ക് സ്ഥാപിക്കാനും പിന്നെ ഇവിടെ ഈ തൊട്ട മുന്നിലൊക്കെ ആയിട്ട് ഭയങ്കര സാമൂഹ്യ വിരുദ്ധരുടെ വൈകുന്നേരമായ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം തന്നെയാണെന്നൊക്കെയാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അതിനെതിരെ ഈ പഞ്ചായത്തും ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ട് ഈ ഒരു അവസ്ഥ നല്ലൊരു രീതിയിലാക്കണമെന്നുള്ളതാണ്. പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യവും രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. തെരുവ് വിളക്കും CCTV സ്ഥാപിച്ച ജലസ്രോതസ്സിൽ മാലിന്യം തള്ളുന്ന പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങിയതോടെ കണ്ണൂർ തളിപ്പറമ്പ് മണ്ഡലത്തിൽപ്പെട്ട ETC പൂമംഗലം റോഡ് വഴിയുള്ള ഗതാഗതം ദുഷ്കരമായി. റോഡ് പുനർനിർമ്മിക്കുമെന്ന് അറിയിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ പലതവണ വന്നെങ്കിലും നടപടി വൈകുകയാണ്. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. ജെയിംസ് മാത്യു MLA ആയിരിക്കുന്ന കാലത്താണ് 20 കോടി രൂപ റോഡിന്റെ പുനർനിർമ്മാണത്തിനായി അനുവദിച്ചെന്ന പ്രഖ്യാപനം വന്നത്. എന്നാൽ കോവിഡ് പ്രതിസന്ധി വന്നതോടെ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സാധിച്ചില്ല. കുറേ കൊല്ലം ഇത് പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഇത് പണിയെടുക്കാന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അളവെല്ലാം കഴിഞ്ഞ് പോയി. ഇതുവരെ എടുക്കുന്നു ഇങ്ങനെ പറഞ്ഞു, അതന്നെ വരുന്നില്ല. തുടർന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ മന്ത്രിയായിരിക്കെ 60 കോടിയോളം രൂപ റോഡിന് അനുവദിച്ചുവെന്ന അടുത്ത പ്രഖ്യാപനവും വന്നു. ഇടതുപക്ഷ സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ഉടനീളം ഫ്ലെക്സ് ഉയർന്നെങ്കിലും പിന്നീടവ എടുത്തുമാറ്റി. ഒരു 5 വർഷത്തോളമായി ഇപ്പം ഈ റോഡ് മെക്കാടം വരുന്നുണ്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. നാട്ടുകാരെ നടുകൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സൈഡ് പോലുമില്ല. ഒരു വാഹനം വരുമ്പോഴേ കുട്ടികളൊക്കെ പേടിച്ചുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളടക്കം നടക്കുന്നത്. അതൊരു സൈഡ് കൊടുക്കാൻ പോലില്ല. അത്രയും കുഴിയാണ്. കുണ്ടും കുഴിയുമായ റോഡിൽ കൂടി യാത്ര ദുസ്സഹമായതോടെ ജനങ്ങൾ ഒന്നടങ്കം മന്ത്രിക്ക് നിവേദനം നൽകി. തുടർന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ടാണ് 25 ലക്ഷത്തോളം രൂപ കഴിഞ്ഞ മാർച്ചിൽ അറ്റകുറ്റപ്പണിക്കായി അനുവദിച്ചത്. ജൂൺ മാസം പണി തുടങ്ങിയെങ്കിലും മഴ മൂലം തുടരാനായില്ല. അത്രക്ക് മോശമാണ് റോഡ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ ഒരു അറുതിയില്ല. റോഡ് പണ്ട് കോട്ടാലിന്റെ പേര് സൈഡ് ഇറക്കാൻ കഴിയില്ല. അങ്ങനെ സംഭവമില്ലേ? സമയത്ത് ഓടിയെത്താൻ കഴിയുന്നില്ല. നമ്മൾ 5 മിനിറ്റ് നേരത്തെ ആയിരുന്നു വീട്ടില്. ഈ റോഡ് കുറേ കാലം ഇങ്ങനെ തന്നെ, ഒരു മാറ്റം ഉണ്ടായിട്ട് ഇത്രയും നാളായിട്ട്. റോഡിനോട് അധികൃതർ കാണിക്കുന്ന സമീപനം മാറ്റണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ ജനകീയ സമരങ്ങളും നടന്നു. ഇലക്ഷൻ എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് ഒരു അളക്കലും പിടിക്കലാക്കിയിട്ട് അതവിടെ വെക്കും. പിന്നെ വെച്ചാൽ ഇത് രാഷ്ട്രീയം മറന്ന് നമ്മളെ പൂമംഗലം നാട്ടിലെ എല്ലാവരും ഒത്തുചേർന്നിട്ട് നമ്മൾ ഇതിന് പ്രതികരിച്ചാൽ നടക്കുള്ളൂ. എല്ലാവർക്കും രാഷ്ട്രീയമാണ്. പ്രതിഷേധം ശക്തമാകുമ്പോൾ മാത്രം സർവേ എന്ന പേരിൽ ഉദ്യോഗസ്ഥരെത്തും. പക്ഷേ നല്ല റോഡെന്ന നാട്ടുകാരുടെ ആവശ്യം ഇപ്പോഴും അനന്തമായി നീളുകയാണ്. ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും 3 മാസത്തിനുള്ളിൽ റോഡ് നിർമ്മാണം തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രാദേശിക ഘടകം നൽകുന്ന വിശദീകരണം. ന്യൂസ് 18 തളിപ്പറമ്പ്. ഹൃദ്രോഗ ചികിത്സ കഴിഞ്ഞ് വരികയായിരുന്ന ദമ്പതികളെ അസമയത്ത് KSRTC ഡ്രൈവർ 3 കിലോമീറ്റർ അകലെ ഇറക്കിവിട്ടതായി പരാതി. താമരശ്ശേരി പരപ്പൻപോയിൽ സ്വദേശികളായ ദമ്പതികളാണ് പരാതിക്കാർ. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഡ്രൈവർ അവഹേളിച്ചതായും പരാതിയിൽ പറയുന്നു.
അസമയങ്ങളിൽ യാത്രക്കാരെ ആവശ്യപ്പെടുന്ന സ്റ്റോപ്പിൽ ഇറക്കണമെന്ന നിർദ്ദേശം നിലനിൽക്കെയാണ് പരപ്പൻപോയിൽ സ്വദേശികളായ ദമ്പതികളെ 3 കിലോമീറ്റർ അകലെ ഇറക്കിവിട്ടത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. പരപ്പൻപോയിൽ മുക്കാലമ്പടി ലത്തീഫിനും ഭാര്യ ലൈലയ്ക്കുമാണ് KSRTC ജീവനക്കാരിൽ നിന്ന് ദുരനുഭവം ഉണ്ടായത്. വെല്ലൂരിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് മടങ്ങിവരുമ്പോഴാണ് യാതൊരു പരിഗണനയും നൽകാതെ നടുറോഡിൽ ഇറക്കിവിട്ടത്. കണ്ടക്ടർ പലതവണ ബെല്ലടിച്ചെങ്കിലും ഡ്രൈവർ ബസ് നിർത്തിയില്ലെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് നിയമ നടപടി സ്വീകരിക്കുന്നതെന്നും ലൈല പറയുന്നു. ഞങ്ങൾ വെല്ലൂർ പോയിട്ട് 3 മണിയായപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. അവിടുന്ന് ഓട്ടോ വിളിച്ച് KSRTCയിൽ വന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന 3:25 ഞങ്ങൾ സുൽത്താൻ ബത്തേരി വണ്ടിയിൽ കയറി. അപ്പം കുന്നമംഗലമൊക്കെ ആവാൻ എത്തിയപ്പോൾ ടിക്കറ്റ് എടുത്ത്. അപ്പം ടിക്കറ്റ് എടുത്തപ്പോൾ അവർ ഈ പരപ്പൻപോയിൽ സ്റ്റോപ്പിൽ നിർത്തൂലെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വാവാടെത്തുന്ന കഴിയെ തന്നെ കണ്ടക്ടർ ബെല്ലടിച്ചിട്ടുണ്ട് സ്ലോ ആക്കാൻ വേണ്ടി. പിന്നെയും എന്നിട്ട് നിർത്തുന്നില്ല, ഒരു സ്ലോ ആക്കുന്നൊന്നുമില്ല വണ്ടി. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമതും കണ്ടക്ടർ 2 ബെല്ല് വീണ്ടും അടിച്ചു, എന്നിട്ടും നിർത്തിയില്ല. അസമയത്തൊക്കെ ആവുമ്പോൾ ആരായാലും നിർത്തണം. അതാണല്ലോ ഇന്നത്തെ നിയമം. സ്ത്രീകൾക്കൊക്കെ ഇത്രയും പരിഗണന കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയതോ പറ്റി, ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് ഇനിയും ആവർത്തിക്കരുത്. ഇക്കാര്യത്തിൽ ശക്തമായ നടപടി വേണമെന്നാണ് ഇരുവരും ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 താമരശ്ശേരി. കാർഷിക കേരളം. പകൽ ചൂട് കൂടിയതോടെ പാതയോരങ്ങളിലെ തണ്ണിമത്തൻ വിപണി സജീവമാവുകയാണ്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് തണ്ണിമത്തൻ സംസ്ഥാനത്ത് എത്തുന്നത്. 16 മുതൽ 22 രൂപ വരെയാണ് കിലോയ്ക്ക് വില. സീസണായതോടെ പാതയോരങ്ങളിലെ തണ്ണിമത്തൻ വിപണി സജീവമാകുകയാണ്. ടൺ കണക്കിന് തണ്ണിമത്തനാണ് സീസൺ ലക്ഷ്യമിട്ട് പാതയോരങ്ങളിൽ എത്തിയിരിക്കുന്നത്. ചൂട് കൂടി തുടങ്ങിയതോടെ വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ കച്ചവടക്കാർ തണ്ണിമത്തൻ എത്തിച്ചിരിക്കുന്നത്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് തണ്ണിമത്തൻ എത്തുന്നത്. 16 മുതൽ 22 രൂപ വരെയാണ് വില. ചൂടിനൊപ്പം ഉത്സവ സീസൺ കൂടി ആയതോടെ തണ്ണിമത്തന് ആവശ്യക്കാർ ഏറെയാണ്. കേരളത്തിലും ഇത്തവണ വ്യാപകമായി തണ്ണിമത്തൻ കൃഷി ഇറക്കിയിട്ടുണ്ട്. റംസാൻ കൂടി എത്തുന്നതോടെ വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാരും കർഷകരും. ന്യൂസ് 18 എടപ്പാൾ. കൊയ്തെടുത്ത നെല്ല് അരിയാക്കി മാറ്റി ആവശ്യക്കാർക്ക് നേരിട്ട് വിതരണം ചെയ്ത് നെൽകൃഷിയെ ലാഭകരമാക്കുകയാണ് കാസർഗോഡ് മംഗൽപാടിയിലെ ബാലകൃഷ്ണ അമ്പാർ. പ്രതിസന്ധികളെ മറികടക്കാൻ വേറിട്ട പാത സ്വീകരിച്ച കർഷകന് നെൽകൃഷിയിൽ പറയാനുള്ളത് വിജയത്തിന്റെ കഥ മാത്രമാണ്. നാടൻ നെൽവിത്ത് ഉപയോഗിച്ചുള്ള കൃഷിയിലൂടെ ലഭിക്കുന്ന അരിക്ക് നാട്ടിൽ ആവശ്യക്കാർ ഏറെയാണെന്ന തിരിച്ചറിവാണ് മംഗൽപാടി കുക്കാറിലെ കർഷകൻ ബാലകൃഷ്ണ അമ്പാറിനെ വിജയത്തിലെത്തിക്കുന്നത്. 10 വർഷമായി പാട്ടത്തിനെടുത്ത 15 ഏക്കർ വയലിൽ നാടൻ നെല്ലിനമായ 20-20 ഉപയോഗിച്ചാണ് ഇദ്ദേഹം നെൽകൃഷി നടത്തിയത്. ജൈവ രീതിയിലുള്ള വളപ്രയോഗം നടത്തി വിളയിക്കുന്ന നെല്ല് തൊഴിലാളികളുടെ സഹായത്താൽ പാടശേഖരത്തിനടുത്ത് വെച്ച് തന്നെ വൃത്തിയാക്കിയെടുക്കുന്നു. തുടർന്ന് അരിയാക്കി കിലോ 38 രൂപ നിരക്കിൽ പഞ്ചായത്തിലെ വീടുകളിലേക്ക് നൽകുന്നു. ഈ രീതി നെൽകൃഷിയിലെ നഷ്ടങ്ങളെ ഇല്ലാതാക്കുന്നതായി ബാലകൃഷ്ണൻ പറയുന്നു. നാടൻ അരിക്ക് മുൻകൂട്ടി ഓർഡർ നൽകുന്നവരുമുണ്ട്. അരിയാക്കിയിട്ടും ഇങ്ങനെ നെല്ല് ക്ലീനാക്കിയിട്ട് അതിന് മില്ലിൽ കൊണ്ടിട്ട് അരിയാക്കും. അരിയാക്കിയിട്ട് എല്ലാ ആവശ്യക്കാർക്കും വീട്ടിലേക്ക് കൊടുക്കും. വീട്ടുകാർ നല്ല റേറ്റെല്ലാം തരും. നമ്മൾക്ക് നഷ്ടമാവാത്ത പോലെ ഓരോ കൂടെ നമ്മളവിടെ സഹായിക്കുന്നത്. 85 കിൻഡൽ നെല്ലാണ് ഓരോ തവണയും കൊയ്തെടുക്കുന്നത്. നാട്ടിൽ തൊഴിലാളികളെ കിട്ടാത്തതിനാൽ കർണാടകയിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നാണ് 15 ഏക്കർ പാടശേഖരത്തിലെ നെല്ല് കൊയ്തെടുക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഇടവേള.